കൊല്ലം ജില്ലയിൽ ഇത്തവണ UDF തരംഗമുണ്ടാകുമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 5 മുതൽ 7 സീറ്റുകൾ വരെ നേടി ജില്ലയിൽ അപ്രമാദിത്വം ഉറപ്പിക്കാനാകുമെന്നാണ് DCCയുടെ കണക്കുകൂട്ടൽ. ഇടതുമുന്നണിയിലെ 3 പ്രമുഖ മന്ത്രിമാർ പരാജയപ്പെടുമെന്നും UDF അവകാശപ്പെടുന്നു. ഇടതുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊല്ലം ജില്ലയിൽ ഇത്തവണ രാഷ്ട്രീയക്കാറ്റ് മാറി വീശുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ. 5 മുതൽ 7 മണ്ഡലങ്ങളിൽ UDF വ്യക്തമായ വിജയം ഉറപ്പിക്കുന്നു. കൊല്ലം, ചവറ, കരുനാഗപ്പള്ളി, കുന്നത്തൂർ, കുണ്ടറ മണ്ഡലങ്ങളിൽ ജനവിധി അനുകൂലമാകുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 2000-ലേറെ വോട്ടുകൾക്ക് അട്ടിമറി വിജയം നേടുമെന്ന് DCC കണക്കുകൂട്ടുന്നു. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുടെ വ്യക്തിബന്ധങ്ങളും NSS അടക്കമുള്ള സമുദായ സംഘടനകളുടെ നിലപാടും KN ബാലഗോപാലിന് തിരിച്ചടിയാകും. ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചുറാണിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും പ്രചാരണത്തിൽ ഗുണകരമായെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. അവസാന ലാപ്പിലെ മുന്നേറ്റം ചടയമംഗലത്തെ കൈപ്പിടിയിലൊതുക്കാൻ സഹായിക്കുമെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു. 2016 ഞങ്ങൾക്ക് സീറ്റുകളേ ഉണ്ടായിരുന്നില്ല. 2021 2 സീറ്റുകൾ ഞങ്ങൾ ജയിച്ചു, കുണ്ടറയും കരുനാഗപ്പള്ളിയും. ആ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് 3 സീറ്റുകളിൽ വളരെ ചെറിയ മാർജിനിലാണ് പരാജയപ്പെട്ടത്. 1000, 2000, 2700 വോട്ടിന്. ഈ 5 സീറ്റുകൾ ഞങ്ങളുടെ ഷുവർ സീറ്റുകളായി ഞങ്ങൾ കണക്കാക്കുകയാണ്. കുന്നത്തൂർ, കരുനാഗപ്പള്ളി, കൊല്ലം, ചവറ, കുണ്ടറ. ബാക്കിയുള്ള സീറ്റുകളിൽ കടുത്ത ഫൈറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പത്തനാപുരവും കൊട്ടാരക്കരയും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകരുടെ വിലയിരുത്തൽ പൂർണ്ണമായി വിജയിച്ചു വരും എന്ന് തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ പോലും വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. സംഘടനാ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുള്ള പ്രചാരണം ഫലം കണ്ടുവെന്നാണ് ഓരോ മണ്ഡലം കമ്മിറ്റികളും DCCക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ന്യൂസ് മലയാളം, കൊല്ലം.